എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ശ്രീധരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിലൂടെ വിലപ്പെട്ട ജ്യോതിഷ രഹസ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേർക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ വീഡിയോസിന് നിങ്ങൾ തരുന്ന സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറും തുടർന്ന് വീഡിയോസ് ഇടാൻ എനിക്ക് വളരെ സഹായിക്കുന്നു. ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ മറക്കരുതേ. ഇന്ന് നമുക്ക് കടം എന്താണ്, അതിനെന്ത് തരത്തിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കാം എന്ന് നോക്കാം. എന്തൊക്കെയാണ് ജ്യോതിഷപരമായ കാരണങ്ങൾ? പ്രധാനമായും നമ്മൾ മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞ മാതിരി ഗണ്ഡാന്തം, തിഥിശൂന്യം, പിതൃശാപം, സർപ്പശാപം, ബ്രഹ്മഹത്യാദോഷം എന്നിവയാൽ ബാധിക്കപ്പെട്ടിട്ടുണ്ടോ ആ ജാതകർ എന്ന് നോക്കണം. പിന്നീട് ഇതുകൂടാതെ ജാതകത്തിൽ നമ്മുടെ രണ്ടാം ഭാവം, അത് ധനം അല്ലെങ്കിൽ സേവനം ആണല്ലോ ഈ രണ്ടാം ഭാവം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ രണ്ടാം ഭാവമോ ഭാവാധിപതിയോ ബാധിച്ചിരുന്നാലും ശനി, രാഹു, കേതു, ചൊവ്വ ഈ ഗ്രഹങ്ങളൊക്കെ പാപഗ്രഹങ്ങൾ എന്നാണ് നമ്മൾ ജ്യോതിഷത്തിൽ പൊതുവെ പറയാറുള്ളത്. ഈ ഗ്രഹങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ ബാധയോ ഉണ്ടെങ്കിലും രണ്ടാം ഭാവത്തെ ബാധിച്ചാൽ ഇത് സംഭവിക്കാം. പിന്നെ മൂന്നാമതായിട്ട് നമ്മുടെ 11ാം ഭാവം എന്ന് പറയുന്നത് ലാഭസ്ഥാനം എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഈ ലാഭസ്ഥാനത്തെയും മേൽപ്പറഞ്ഞ ഗ്രഹങ്ങൾ, അതായത് ശനി, രാഹു, കേതു, പിന്നെ ചൊവ്വ, മാന്തി എന്നിവയൊക്കെ എഫക്റ്റ് ആയാലും ഇത് സംഭവിക്കാം. അടുത്തത് ആറാം ഭാവം എന്ന് പറയുന്നത് കടം അല്ലെങ്കിൽ ലോൺ എന്നിവയെ നമ്മൾ ഡയറക്റ്റ് അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഭാവമാണ് ആറാം ഭാവം എന്ന് പറയുന്നത്. ഈ ആറാം ഭാവം നമുക്ക് വ്യാധി ഉണ്ടാക്കുന്നതും ആറാം ഭാവമാണ്. അപ്പം ഈ ആറാം ഭാവത്തിലും മേൽപ്പറഞ്ഞ തരത്തിലുള്ള എന്തെങ്കിലും പാപതകൾ, അതായത് പാപഗ്രഹങ്ങൾ, ശനി, രാഹു, കേതു, മാഴ്സ് എന്നിവയുടെ ഇൻഫ്ലുവൻസോ, അല്ലെങ്കിൽ ആറാം ഭാവാധിപതി പോയിട്ട് നീചത്തിൽ നിൽക്കുകയോ അല്ലെങ്കിൽ അതിനെ അഫക്റ്റ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിലോ ഇത് നമ്മളെ ആറാം ഭാവത്തെ ബാധിക്കും. പക്ഷേ ഇവിടെ എന്താ ഒരു രസമെന്നറിയോ? ഈ നമ്മുടെ ജ്യോതിഷം, അതായത് KP ജ്യോതിഷം എന്നുള്ളതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അത് പ്രകാരം നമ്മളുടെ ഓരോ ഭാവത്തിനും രണ്ട് തരത്തിലുള്ള എഫക്റ്റുകളുണ്ട്. ഒന്ന് മാനസികമായിട്ട് ഉള്ളുണർവെന്ന് പറയും, ഉള്ളുണർവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒന്ന് മെറ്റീരിയലിസ്റ്റിക് വേൾഡ്, അതായത് വെളിയിലുള്ള കാര്യങ്ങളും. രണ്ട് തരത്തിലും ഓരോ ഭാവവും നമ്മളെ ബാധിക്കാറുണ്ട്. ഓരോ ഭാവത്തിനും അങ്ങനെയുള്ള കാരണികളുണ്ട്. ഇപ്പോൾ ആറാം ഭാവത്തിന് നമ്മൾ നോക്കുമ്പം ഉൾക്കാരണി, അതായത് നമ്മളെ മനസ്സിനെ ബാധിക്കുന്ന തരത്തിലുള്ളത് വ്യാധിയും, അതേമാതിരി മനസ്സിനെ ബാധിക്കുന്നത് വന്നിട്ട് പിന്നെ കടവും, പിന്നെ മെറ്റീരിയലിസ്റ്റ് വേൾഡിനെ ബാധിക്കുക, അതായത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വ്യാധിയുമാണല്ലോ. അപ്പോൾ ഇതിലേതെങ്കിലും മിക്കവാറും 99% ആൾക്കാർക്കും വന്നിട്ടില്ല, ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടാകും. ചിലർക്ക് രണ്ടും ഉണ്ടാകും, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ കൂടുതൽ കണ്ടതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് കടമുള്ളവർക്ക് വ്യാധി കുറവായിരിക്കും, ഇല്ലെന്നല്ല കുറവായിരിക്കും. വ്യാധി ഉള്ളവന് കടവും കുറവായിരിക്കും. ഇത് നമ്മൾ പലതും കണ്ടില്ലേ? പിന്നെ വലിയ പണക്കാർ, അവർക്ക് ഒരു ഗ്ലാസ് ചായ മധുരം ഇട്ട് കുടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഇഡ്ഡലി കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പം അവരുടെ വൃത്തിയിൽ അവിടെ നിന്ന് മിഷ്ടാന ആഹാരം കഴിക്കുന്ന കാണാം. കാരണം അവനെ സംബന്ധിച്ചോളം അവന് വ്യാധിയില്ല, പക്ഷെ അവന് കടമുണ്ട് കേട്ടോ. പക്ഷെ ഇതുപോലെ അതുപോലെ വൈസ് വേഴ്സ ഇതുപോലെ സംഭവിക്കാറുണ്ട്. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഈ കർമ്മതത്വത്തിലേക്കാണ് ഞാൻ വീണ്ടും വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു കടത്തിനൊരു കാരണമാണ്. പിന്നെ നമ്മുടെ ജാതകത്തിലുള്ള ഗുരുവിനെ ബാധിച്ചാൽ, ഗുരു എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റെബിലിറ്റി എന്ന് പറയും. നമ്മുടെ ഒരേ മാതിരിയുള്ള ഒരു ജീവിതം മുഴുവൻ ഒരേ മാതിരിയുള്ള ജീവിതം വയ്ക്കണമെങ്കിൽ നമ്മൾ ജാതകത്തിൽ ഗുരു ഉണ്ടായിരിക്കണം. ഭാഗ്യാധിപതിയാണ് കാലപുരുഷൻ എന്ന് പറയും. അതായത് കാലപുരുഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളുടെ മേടം മുതൽ മീനം വരെയുള്ള രാശികളാണ് യഥാർത്ഥമായിട്ട് നമ്മുടെ ജാതകത്തിൽ കണ്ടിട്ടുള്ളത് അല്ലേ. അതിൽ നമുക്കെന്ന് പറയുമ്പോൾ നമ്മൾ ലഗ്നത്തിൽ മുതൽ കണക്കാക്കുന്നെങ്കിലും യാഥാർത്ഥ്യമായിട്ട് ഒന്നാം ഭാവത്തെ കാലപുരുഷന് ഒന്നാം ഭാവം എന്ന് പറയുന്നത് മേടവും 12ാം ഭാവം മീനവുമാണ്. അപ്പോൾ 9ാം ഭാവാധിപതി, അതായത് 9ാം ഭാവമായ ധനുവിൻ്റെ അധിപതി ഒന്നേന്ന് മേടമാണെങ്കിൽ 9 ധനു. അപ്പോൾ 9ാം ഭാവാധിപതി എന്ന് പറയുന്നത് ആരാണ്? ഗുരുവാണ്. സോ ഈ ഗുരുവിനെ ബാധിച്ച നമ്മുടെ ഭാഗ്യസ്ഥാനത്തെ ബാധിക്കുന്ന മാതിരിയാണ്. അതുകൊണ്ട് നമ്മുടെ ജാതകത്തിലെ ഗുരുവിൻ്റെ എഫക്റ്റ്, ചിലർക്കൊക്കെ ഗുരുശാപം നമ്മൾ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞില്ലേ ഗണ്ടാന്ത ദോഷങ്ങൾ എന്ന് പറഞ്ഞില്ലേ, അതിൽ ഗുരുശാപം എന്ന് പറഞ്ഞാൽ അതിലെ ഒരു ദോഷമാണ്. ഈ ഗുരുശാപമുള്ള ജാതകങ്ങളിലൊക്കെ ജീവിതത്തിൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അവർക്ക് എന്താ പറയുന്നത്, ചില സമയത്ത് നല്ല ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഞാൻ സമ്പത്തിൻ്റെ കാര്യം പറയുന്നതുകൊണ്ടാണ് പറയുന്നത്, ഒരു ഉണ്ടാവും. ചില സമയത്ത് വളരെ കുറവായിരിക്കും. ഇതിങ്ങനെ ഒരു സിക്സ് ആയിട്ട് പോയിട്ടിരിക്കും. അപ്പോൾ ഈ ഗുരുശാപം അതിനൊരു കാരണമാണ്. അപ്പോൾ അതുപോലെ ഗുരുവിനെ നമ്മുടെ ജാതകത്തിൽ ബാധിച്ചാലും ഈ കടം ഉണ്ടാകും. അതുപോലെ പറഞ്ഞ ശനി രാഹു കേതുക്കളുടെ സ്ഥാനം, അവയുടെ ഇൻഫ്ലുവൻസൊക്കെ തീർച്ചയായും. പിന്നെ നമ്മുടെ ഈ ദശാബുദ്ധി നമ്മൾ ഗോചരം എന്നൊക്കെ പറയാറില്ലേ, നമ്മൾ സാധാരണ കേൾക്കാറില്ലേ 7 ശനി 8ാം, അതായത് അതൊക്കെ ചന്ദ്രഭാവത്തിൻ്റെ നമ്മുടെ രാശിയുടെ പിന്നെ അഷ്ടമശനി ഒക്കെ നമ്മുടെ രാശിയെ വെച്ചെടുക്കുന്നതാണ്. അത് നമ്മുടെ മനസ്സിൻ്റെ രാശി എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്, ചന്ദ്രൻ നമ്മുടെ മനസ്സാണ്. അപ്പോൾ മനസ്സിനെ വെച്ചിട്ടെടുക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഈ ദശാബുദ്ധി എന്ന് പറയുന്നത് നമ്മളെ നമുക്ക് ഈ സമയത്ത് നടക്കുന്ന ദശയും ബുദ്ധിയും അതുപോലെ ഗോചരവും, ഈ 3 ഫാക്ടേഴ്സും നമ്മളെ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ദോഷഗ്രഹങ്ങളായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാതകത്തിൽ എല്ലാ ഗ്രഹങ്ങളും ദോഷമല്ല കേട്ടോ. എല്ലാ ഗ്രഹങ്ങളും വന്നിട്ട് ചില ജാതകർക്ക് ദോഷവും ചില ജാതകർക്ക് അത് അവരുടെ ലഗ്നത്തിനും രാശിക്കും ഒക്കെ അനുസരിച്ചിരിക്കും. ഈ പറയുന്ന അവരുടെ ജന്മാരൂഢം അനുസരിച്ചിരിക്കും കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് നമ്മുടെ ജാതകത്തിൽ ദോഷകരമായിട്ടുള്ള ഗ്രഹങ്ങളുടെ ദശാബുദ്ധിയോ അല്ലെങ്കിൽ ഗോചരാവസ്ഥയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കടം ബാധിക്കും. അതായത് നമ്മുടെ ധനം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായി കടം കൂടും. പിന്നെ ചില കോമ്പിനേഷൻസ്, ഇതൊന്നും അല്ലാതെ ചില കോമ്പിനേഷൻസും ഉണ്ട്. അതായത് ഇപ്പോൾ 12ാം ഭാവത്തിലിരിക്കുന്ന ശനി, അതുപോലെ 6ാം ഭാവത്തിലേക്ക് ശനിയുടെ വീക്ഷണം, അതുപോലെ ചന്ദ്രനും ചൊവ്വായും രാഹുവും 6, 8, 12 എന്നിങ്ങനെയൊക്കെ നിൽക്കുന്നത്. അതുപോലെ ചില ജാതകങ്ങളിൽ പിന്നെ എന്താ പറയുന്നത്, ചന്ദ്രൻ വീക്കായിട്ട് 2ാം ഭാവത്തിലും 11ാം ഭാവത്തിലും വന്ന് നിൽക്കും. എന്തിനും വീക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമാവാസിയോടനുബന്ധിച്ച് അങ്ങനെയൊക്കെ വരില്ലേ, അതായത് പക്ഷബലം കുറവായിട്ടുള്ള ചന്ദ്രൻ, അതാണ് ചന്ദ്രൻ വീക്കായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് നമ്മുടെ ജാതകത്തിലെ കടത്തെ കാണിക്കുന്ന ജാതകത്തിൽ നമ്മൾ കടത്തെ കാണിക്കുന്ന ഒരു ഇതാണ്. എന്താണ് നമുക്കൊരു റെമഡീസ്, നമുക്ക് തീർച്ചയായിട്ടും ഇതിന് പരിഹാരം കണ്ടേ പറ്റുള്ളൂ. പ്രധാനമായിട്ടും ജ്യോതിഷത്തിൽ ഇതിന് പരിഹാരമെന്ന് പറയുന്നത് ഒന്ന് മന്ത്രരൂപത്തിലുള്ളത്. അതായത് നമ്മൾ ദിവസവും വ്യാഴൻ്റെ അധിപനാരാ, വ്യാഴൻ്റെ മഹാവിഷ്ണുവാണ്. അപ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം ഇതൊരു 108 പ്രാവശ്യം ദിവസം ജപിക്കുക. അല്ലെങ്കിൽ പിന്നെ മഹാഗണപതിയുടെ മന്ത്രം ഒരു 108 പ്രാവശ്യം ജപിക്കുക. അതുപോലെ യന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ധനാകർഷണ യന്ത്രം, നല്ല ആചാര്യന്മാരെ കൊണ്ട് അത് വിധിപ്രകാരം ചെയ്ത് അത് വേണ്ടിയതുപോലെ പൂജ ചെയ്താൽ അതൊരു വലിയ പ്രയോജനം ചെയ്യും. അതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ മഹാലക്ഷ്മിയെ പൂജിക്കാം, ധനാകർഷണ ഭൈരവരെ പൂജിക്കാം, അല്ലെങ്കിൽ കുബേരനെ പൂജിക്കുക, അല്ലെങ്കിൽ ഇവരെ 3 പേരെ ഒന്നിച്ച് പൂജിച്ചാലും തെറ്റൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് മഹാലക്ഷ്മിയെ മാത്രമാണ് ധനത്തിൻ്റെ ദേവതയെ നമ്മൾ ഉദ്ദേശിക്കുന്നു. ഈ മഹാലക്ഷ്മിക്ക് പിന്നെ അതിനുള്ള അനുവാദം കൊടുത്ത് ആരാണെന്ന് വെച്ചാൽ, അതിനുള്ള അനുഗ്രഹം കൊടുത്ത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൈരവരാണ്. സോ ധനാകർഷണ ഭൈരവരെ നമ്മൾ തീർച്ചയായിട്ടും ജപിച്ചാൽ മഹാലക്ഷ്മിയെയും പൂജിക്കുന്ന മാതിരിയാകും. അപ്പോൾ മഹാലക്ഷ്മിയെ പൂജിക്കുക, ധനാകർഷണ ഭൈരവരെ പൂജിക്കുക, കുബേരനെ പൂജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നല്ല മനഃപൂർവ്വം വിചാരിച്ചാൽ മതി കേട്ടോ. മനഃപൂർവ്വം വിചാരിക്കുന്നതന്നെ ഒരു പൂജയെന്ന് പറയുന്നത്. അത് മാനസിക പൂജ എന്നൊക്കെ പറയുന്നില്ല, അതിൽ പല ഒന്നുമില്ല. പിന്നെ മന്ത്രവും യന്ത്രവും പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നമുക്ക് ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ദാനങ്ങളും അല്ലെങ്കിൽ സേവനങ്ങളും ഒക്കെ ചെയ്യുക.
അന്നദാനം, വസ്ത്രദാനം ഇതൊക്കെ അർഹതയുള്ളവർക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യുക. അതുപോലെ കാക്ക, പശുക്കൾ ഇവയ്ക്കൊക്കെ ആഹാരം കൊടുക്കുക. എല്ലാ എല്ലാ ജീവികൾക്കും തന്നെ ആഹാരം കൊടുക്കുക. അത് പറ്റുമെങ്കിൽ ദിവസവും ചെയ്യുക. ഇതൊക്കെ വന്നിട്ട് നമ്മുടെ കാർമിക് ഡെപ്റ്റ് കുറയ്ക്കും. ഈ കാർമിക് ഡെപ്റ്റ് കുറഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ കാർമിക് ഡെപ്റ്റ് നമ്മളെ അടച്ചിരിക്കുന്നത് നമുക്ക് ഇരിക്കുന്നിടത്തോളം സമയം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് നമ്മൾ ചെയ്താലും അതിന് വന്നിട്ടൊരു പ്രയോജനമില്ലാതെ പോവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും കാർമിക് ഡെപ്റ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അന്നദാനം ചെയ്യുക, വസ്ത്രദാനം ചെയ്യുക, മറ്റ് ജീവികൾക്ക് ആഹാരം കൊടുക്കുക. ഇത് പ്രധാനം. പിന്നെ അടുത്തത് രത്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മൾ മഞ്ഞപുഷ്യരാഗം, യെല്ലോ സഫയർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? യെല്ലോ സഫയർ ഉപയോഗിക്കാം. അതായത് വ്യാഴത്തിൻ്റെ ജാതകത്തിലുള്ള സ്ഥിതി അനുസരിച്ച് ഒരു ജ്യോതിഷാചാര്യനാൽ നിർദ്ദേശപ്രകാരം മാത്രം ധരിക്കുക. കാരണം ഈ രത്നങ്ങൾ എന്നൊക്കെ പറയുന്നത് പവർഫുള്ളാണ്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഓരോ ഗ്രഹം എന്ന് പറയുന്ന ഓരോ എനർജിയാണ്, അറിയാമല്ലോ. ഈ എനർജിക്ക് ചില എന്താ പറയുന്നത്, നമുക്കറിയാം ചില മെറ്റീരിയലിനെ കൊണ്ട് അത് വന്നിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ വ്യാഴത്തിൻ്റെ എനർജിയെ അബ്സോർബ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോണാണ് യെല്ലോ സഫയർ. അപ്പോൾ യെല്ലോ സഫയർ ധരിച്ചു കഴിഞ്ഞാൽ വീക്കായിട്ടുള്ള ഒരു ജൂപ്പിറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്ട്രോങ് ആകും. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ ജാതകത്തിൽ ബാധകാധിപതിയോ മാരകാധിപതിയോ ആയിട്ടുള്ള വ്യാഴമാണ് നിൽക്കുന്നെങ്കിൽ അവിടെ നമ്മൾ പോയി യെല്ലോ സഫയർ ധരിച്ചാൽ അറിയാമല്ലോ എന്ത് സംഭവിക്കുമെന്ന്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ജ്യോതിഷനെ കണ്ട് ഇത് ധരിക്കാവോ അല്ലെങ്കിൽ ഇതിന് അതാണോ പ്രതിവിധി എന്ന് മനസ്സിലാക്കിയ ശേഷം ചെയ്യണം. ആരും എന്തെങ്കിലും പറഞ്ഞൊന്നും ചെയ്യരുതേ. അതുപോലെ റെഡ് കോറൽ നിന്ന് നമ്മൾ പറയുന്നില്ലേ, നമ്മൾ പറയുന്ന പവിഴം. ഈ പവിഴവും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ചൊവ്വയുടെ എനർജി തന്നെയാണ് പവിഴം എന്ന് പറയുന്നത്. അതും വളരെ നമുക്ക് ഫേവറായിട്ടുള്ള ചൊവ്വ നമ്മുടെ ജാതകത്തിലുണ്ടെങ്കിൽ മാത്രം ആ പവിഴം ധരിക്കാം. അതും വളരെ ഉപകരിക്കും. പിന്നെ നമ്മൾ ശനിയാഴ്ച തോറും ഈ ശനിഹോരയിൽ ശനിയാഴ്ച ശനിഹോര എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ച 1 മണിക്കൂറിനകം, അതാണ് ഈ ഹോര എന്ന് പറയുന്നത്. അതാത് സ്ഥലത്തുള്ള സൂര്യൻ്റെ ഉദയസമയമൊക്കെ നമുക്ക് കലണ്ടറിൽ കാണാം. അതുമുതൽ 1 മണിക്കൂറത്തേക്ക് ഇപ്പോൾ ശനിയാഴ്ച ആണെങ്കിൽ ശനിഹോരയായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വന്നിട്ട് നല്ലെണ്ണയിൽ, അതായത് എള്ളെണ്ണ എന്ന് പറയത്തില്ല, ആ എള്ളെണ്ണയിൽ വിളക്ക് കത്തിക്കുക. അത് വന്നിട്ട് ഇപ്പോൾ അയ്യപ്പനോ അല്ലെങ്കിൽ ശിവനോ മഹാകാളിക്കോ ഇവർക്കൊക്കെ അവരവരുടെ ജാതകത്തിലുള്ള ഏത് അവിടുത്തെ ശനിയുടെ പൊസിഷൻ അനുസരിച്ച് അതിൻ്റെ ആ ശനിക്ക് ഏത് ഗ്രഹത്തിലാണോ കൂടുതൽ, ഏത് ഗ്രഹദേവതയിലാണോ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രഹദേവത, അതായത് ഈ 3 പറഞ്ഞ ദേവതകളിൽ ആർക്കാണെന്ന് വെച്ചാൽ അത് പഞ്ചപക്ഷി എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതത്തിൻ്റെ പ്രകാരം അതനുസരിച്ച് വേണം നമ്മൾ എപ്പോഴായാലും ചെയ്യാൻ. അത് മുഖ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, മേടം എന്ന് വെച്ചോളുക. മേടത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുന്നത്, അത് ഒരു ചരരാശിയാണ്, അതൊരു ക്ഷത്രിയനാണ്, അതൊരു ആൺരാശിയാണ്. അതുപോലെ ഒരു ചൂടാണ്, രാജസമാണ്, അതുപോലെ ചുവപ്പാണ്. ഇങ്ങനെ പലതരം ഓരോ രാശിക്കും ഓരോ വളരെ വളരെ അതിൻ്റെ ഫാക്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ സിഗ്നിഫിക്കേറ്റേഴ്സ് എന്ന് പറയും, അതായത് അതിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പം മേടരാശി എന്ന് പറയുന്നത് അഗ്നിരാശിയാണ്. അപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് മേടത്തിൽ നിൽക്കുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ശനി ഭഗവാൻ തന്നെ മേടത്തിലൊരു ജാതകത്തിൽ മേടത്തിൽ നിൽക്കുക. മേടം എന്ന് പറഞ്ഞാൽ ശനി ഭഗവാനെ വന്നിട്ട് നീചത്തിലാണ് മേടത്തിൽ. പൊതുവെ മേടത്തിൽ ശനിയുള്ളവർക്ക് വളരെ തരത്തിലുള്ള കാർമ്മിക ദോഷങ്ങൾ ഒത്തിരി ഉണ്ടാകും. അതിൻ്റെ ഒരു കാരണം ഇപ്പോൾ പറയില്ലേ, കാശി ജാതകം എന്നൊക്കെ പറയുന്നില്ലേ, അതിൽ പെട്ടതാണത്. എന്നാലും ഒരു ചെറിയ സമാധാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ വന്നിട്ട് അഗ്നി രാശിയായ മേടത്തിൽ നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അഗ്നിമൂലം, അതായത് വിളക്ക് വയ്ക്കുക. ഭഗവാന് വിളക്ക് വയ്ക്കുമ്പോൾ അത് വന്നിട്ട്, അതായത് നമ്മൾ വിളക്ക് മൂലം നമുക്ക് അതിന് പരിഹാരം ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ഒരു നീർരാശിയിൽ നിൽക്കുക എന്ന് വെച്ചോളൂ, അപ്പോൾ ഒരു കർക്കിടക രാശിയിൽ നിൽക്കുക എന്ന് വെച്ചോ, അപ്പോൾ നമ്മൾക്ക് അഭിഷേകം ചെയ്യണം. അപ്പോൾ അത് എന്താണെന്നുള്ളത് ഒരറിയാവുന്ന ആചാര്യൻ്റെ അടുക്ക പോയി തീർച്ചയായിട്ടും നോക്കണം. നമ്മൾ എല്ലായിടത്തും വിളക്കല്ല വയ്ക്കുന്നത്, എല്ലായിടത്തും അഭിഷേകമല്ല ചെയ്യുന്നത്.
അത് നമ്മുടെ ജാതകത്തിൽ എവിടെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ അതൊന്ന്. പിന്നെ വന്ന് നമുക്ക് വീട്ടിൽ തുളസിക്ക് ദിവസവും വെള്ളം ഒഴിക്കുക. ഇതൊരു വലിയ സാധാരണയായിട്ട് നമ്മൾ ഇത് വന്ന് ലാൽ കിതാബ് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ വടക്കേ ഇന്ത്യയിലൊക്കെ പരിഹാരത്തിനായിട്ട് അവർ ഉപയോഗിക്കുന്ന, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ ലാൽ കിതാബ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലെ ചില കാര്യങ്ങളാണ്. അതിനെ എത്രത്തോളം നമ്മൾ അതിൻ്റെ സയൻറ്റിഫിക് സൈഡിൽ നോക്കിയിട്ട് കാര്യമില്ല. കാരണം സയൻറ്റിഫിക് സൈഡ് എല്ലായിടത്തും വർക്കാവുന്നതല്ല. പരിഹാരം ചെയ്യുമ്പോൾ നമ്മളത് സയൻസ് നോക്കി പരിഹാരം ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ചിലയിടത്തൊക്കെ എല്ലാവരും അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ അല്ല. ഈ ലാൽ കിതാബിൽ പറയുന്ന ഏറെക്കുറെയൊക്കെ പ്രായോഗികമായിട്ട് ശരിയായിട്ട് വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ലാൽ കിതാബിൽ പ്രത്യേകം പറയുന്നുണ്ട്, ചെമ്പ് കോയിനില്ലേ, അത് വന്നിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ ഞായറാഴ്ച ഒഴുക്കി വിടണം. അതുപോലെ ചക്കരയും കടലയും ഒക്കെ കുരങ്ങന്മാർക്ക് കൊടുക്കുക. തിങ്കളാഴ്ച ദുർഗാഭഗവതിക്ക് വെള്ളപ്പൂക്കളാൽ അർച്ചന ചെയ്യുക. ഇതൊക്കെ വന്നിട്ട് നമുക്ക് വന്നിട്ട് പിന്നെ ഒരു പരിഹാരമാണ്. ഇതെല്ലാം വന്ന് കടം കുറയാനുള്ള പരിഹാരമാണ്. നമ്മൾ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ, പ്രത്യേകിച്ച് ദാനങ്ങൾ, ഇതുപോലുള്ള കർമ്മങ്ങൾ ചെയ്യേ നമ്മുടെ കാർമിക് ഡെപ്റ്റ് കുറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവ്വജന്മ ദോഷങ്ങൾ കുറയാൻ തുടങ്ങും. ഇത് കുറഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുള്ളൂ. അപ്പോഴേ നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള കടം കുറയുള്ളൂ. അതുകൊണ്ട് വേണ്ടിയ പരിഹാരങ്ങൾ ചെയ്ത് എൻ്റെ ഈ വിശദീകരണം ശ്രദ്ധയോടെ കേട്ട എല്ലാവർക്കും നന്ദി. ദയവ് ചെയ്ത് ഈ ജ്യോതിഷ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്താൽ തുടർന്നും ഞാൻ ചെയ്യുന്ന ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് വന്നു ചേരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.